RSSനെതിരാണ്, BJP-ക്കെതിരാണ് എന്റെ നിലപാട്. നരേന്ദ്രമോദി മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു. ശരിയാ. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. പിന്നെന്താ പ്രശ്നം? നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. അപ്പോ അത് വലിയ നേട്ടമായിട്ട് അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ എത്തിച്ചില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല, ഭാവി പ്രധാനമന്ത്രിയായി ഇപ്പോഴും ഇപ്പുറത്തിരിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. അത് ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും ഞാൻ പറയത്തില്ല കേട്ടോ. പ്രതിപക്ഷം അത് ഉറപ്പില്ല. ഭാവി പ്രധാനമന്ത്രി എന്ത് കാര്യത്തിനാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട്! 140 സീറ്റാ. പിന്നെ നിതീഷ് കുമാറും പിന്നെ ചന്ദ്രബാബു നായിഡും കൂടെ 450 സീറ്റ്. എന്ന് പറഞ്ഞിട്ട് വാദവും നിർത്തി. എന്തായാലും കൂട്ടുചേർന്ന് ഇത്രയും എതിർത്തിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒറ്റയ്ക്ക് ഭരിക്കുന്നില്ല. ഒറ്റയ്ക്കല്ലോ എന്ന് മാത്രല്ല BJP എന്ന് പറയുന്നുമില്ല നരേന്ദ്രമോദി. എന്നിട്ട് മാത്രല്ല BJP-യുടെ ഒരു സമ്മേളനം വിളിച്ചു. നരേന്ദ്രമോദി എന്ന പേരെങ്കിലും പറയുന്നുണ്ടല്ലോ. അത് സമ്മേളനം വിളിച്ചേ. BJP എംപിമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചില്ല കേട്ടോ. NDA ആണ് വിളിച്ചത്. അതൊരു മുന്നണിയാണ്. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഇന്ത്യ മുന്നണി എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വെച്ചിട്ട് അങ്ങിതിനെ കുറിച്ചൊക്കെ പറ. 4 വശത്തേക്ക് ചിതറുകയാണ്. ആം ആദ്മി പാർട്ടി എന്താ പറഞ്ഞത്? BJP-യും കോൺഗ്രസും ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒന്ന് ആദ്യം സെറ്റിലാക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിലാണല്ലോ. അല്ല, അങ്ങയുടേതാണല്ലോ ഇന്ത്യ മുന്നണി. അല്ലല്ല, നമുക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പതിച്ചാൽ അങ്ങനെ പതിച്ചോട്ടെ, അതും കുഴപ്പമില്ല. ഇപ്പൊ ഇന്ത്യ മുന്നണി രാജ്യത്ത് മനോഹരമായ മുന്നണിയാണെന്ന് മാത്രമല്ല ഏറ്റവും നല്ല മുന്നേറ്റവും അവരുണ്ടാക്കി. അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വയനാട്ടിൽ ലീഗ് ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം. അങ്ങനെ പറയരുത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അങ്ങനെയൊന്നുമല്ല, അത് എല്ലായിടത്തും മുന്നണി രാഷ്ട്രീയമല്ലേ ഉള്ളത്. ആ മുന്നണി രാഷ്ട്രീയത്തിലല്ലേ അതാണ് എല്ലായിടത്തും മുന്നണി രാഷ്ട്രീയമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് NDA-യും. അത് വരുമ്പോഴത്തേക്ക് NDA ആണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കില്ല, BJP ആണെങ്കിൽ അംഗീകരിക്കില്ല. ഇന്ത്യ മുന്നണി സുന്ദരമായ മുന്നണി, അതിലെ ഓരോ കക്ഷിയും സുന്ദരമായ ഈ രാജ്യം ഭരിക്കുന്നത് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാലും അത് സത്യമല്ല. സത്യമല്ല. അപ്പൊ പിന്നെ സാമാന്യ ബോധമുള്ള ആള് അല്ല. കുറഞ്ഞ വർഷം സാമാന്യ ബോധമുള്ള ഒരാളായിട്ടെങ്കിലും കാണണം. സാമാന്യ ബോധമുള്ള ഒരാളായിട്ടെങ്കിലും ഒരുപാട് ആശിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി വീണ്ടും വരാതിരിക്കാൻ. എന്തോ നടന്നില്ല. ആ നിരാശ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എനിക്കൊരു നിരാശയില്ല, സന്തോഷമല്ല. കാരണം വെച്ചാൽ ഇന്ത്യയിലെ ജനത 240 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് BJP-യെ ചുരുക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അപ്പോ അത് വലിയ നേട്ടമായിട്ട് അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ എത്തിച്ചില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല, ഭാവി പ്രധാനമന്ത്രിയായി ഇപ്പോഴും ഇപ്പുറത്തിരിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. അത് ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും ഞാൻ പറയത്തില്ല കേട്ടോ. പ്രതിപക്ഷം അത് ഉറപ്പില്ല. ഭാവി പ്രധാനമന്ത്രി അതെന്ത് കാര്യത്തിനാ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം BJP പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനും എതിരാണ്. അത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാന്ന് അംഗീകരിക്കാത്ത ഒരാളാണോ ഞാൻ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം. അത് കാണാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഇന്ത്യ ഭരിക്കുന്ന മുന്നണിയല്ലേ. ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. ഇനി RSS മേധാവി മോഹൻ ഭാഗവതിലേക്ക് വരാം. മോഹൻ ഭാഗവത് പറഞ്ഞത് എന്താണ്? അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യക്ക് ശരിയായ സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് അത് പ്രതിഷ്ഠാ ദ്വാദശി എന്ന പേരിൽ ആഘോഷിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ വേറെ ആരെയെങ്കിലും ഹർട്ട് ചെയ്യുന്ന തരത്തിൽ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ, ഞാൻ കേസിനെ കുറിച്ചല്ല പറയുന്നത്, കേസിനെ കുറിച്ചുള്ളത് എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ ഈ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റോ എന്തെങ്കിലും ആ ഭാഗത്ത്, ആ പ്രതിഷ്ഠാ നിർമ്മാണം നടന്ന ഇടത്ത്, ക്ഷേത്രം പണിതയിടത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമോട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്വത്തെ ഉയർന്നെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായി നിലനിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് 5000 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളെക്കാൾ പ്രധാനം ജനങ്ങളുടെ ഉപജീവനമല്ലേ എന്നുള്ള മറുചോദ്യം വരും. ആ മറുചോദ്യത്തോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഗരീബി ഹഠാവോ, ഈ മുദ്രാവാക്യമൊക്കെ മുഴക്കിയിട്ട് സോഷ്യലിസം ഒക്കെ കൊണ്ടു നടന്നിട്ട് ഈ പ്രത്യയശാസ്ത്രം ഒക്കെ സൂക്ഷിച്ചിട്ട് രാജ്യം എവിടെ വരെ എത്തിയെന്നുള്ള മറുചോദ്യം ചോദിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് മോഹൻ ഭാഗവത്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെയാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിലേക്ക്, ഭാരതീയമായ ആ പാരമ്പര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് പറയാൻ RSSന്റെ മേധാവി എന്ന നിലയിൽ അവരുടെ ആശയം എന്താണ്?
അവർ പിൻപറ്റുന്ന ആദർശം എന്താണ്, അതിനനുസൃതമായ ഒരു പ്രസ്താവനയാണ് മോഹൻ ഭാഗവത് നടത്തിയത്. അത് ഉണ്ണിസാർ എതിർത്തത് കൊണ്ട്, ഉണ്ണിസാറാണല്ലോ ആ വിഷയം തുടങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പേര് ഉപയോഗിക്കുന്നത്, വിയോജിപ്പില്ല എന്ന് കരുതുന്നു. ഉണ്ണിസാർ പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായം അദ്ദേഹം മാറ്റാൻ പോകുന്നില്ല, RSS മാറ്റാൻ പോകുന്നില്ല. അങ്ങേക്ക് എതിർക്കാം, പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡോക്ടർ മോഹൻ ഭാഗവത് അഭിപ്രായം മാറ്റാൻ പോകുന്നുമില്ല. അല്ല, അതിനകത്തൊരു പ്രശ്നം എന്താ അറിയാം സുജയ, ഒറ്റ കാര്യമുള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങളും മനുഷ്യരുടെ കൊലപാതകത്തിനും വഴിവെച്ചൊരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഗോധ്ര തീവണ്ടിയിലെ കർഷകരെ കൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംസ്ഥാനം നിന്ന് കത്തിയത് അല്ലേ. നമ്മൾ ഈ ഗർഭിണിയുടെ വയറ് പിളർന്ന് കുന്തത്തിൽ ഭ്രൂണത്തെ പൊക്കിയെടുക്കുന്ന നേരത്തെ ശൂലമായിരുന്നു, ഇതങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ കുത്തിയെടുക്കുന്ന ക്രൂരതയാണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. അതെ അത് ഉയർത്തിപ്പിടിച്ച ഒരു അത്രയും വലിയ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ്. ഞാൻ പറഞ്ഞല്ലോ കേസ് വരെയുള്ള കാര്യം അവിടെ. ഞാൻ ക്ഷേത്ര നിർമ്മാണ വേളയിൽ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഒരു ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന് തലക്കല്ലിട്ടിട്ട് അവിടുന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നമല്ല അത്. അവിടെ അത് ക്ഷേത്രം അവിടെ രാമനെ അവിടെ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് അവസാനിക്കുന്ന ഒരു അധ്യായവുമല്ല അത്. ഒരിക്കലും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനുള്ള പങ്ക് തള്ളിക്കളയാനും കഴിയില്ല. അയ്യോ, സംശയമില്ല. 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നരസിംഹറാവു സർക്കാർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നരസിംഹറാവു സർക്കാർ അതിന് നിശബ്ദ സാക്ഷിയായിരുന്നു. ഇല്ല, ഏത് വിഷയത്തിന്റെ മേലാണോ ഈ പറയുന്ന ആരാധനാലയ നിയമം കൊണ്ടുവന്നത് ആ പ്രധാനപ്പെട്ട വിഷയത്തെ അഭിസംബോധന ചെയ്യാത്ത ബില്ലാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് അതിനകത്ത് പങ്കുണ്ട്, ഒരു സംശയമില്ല. കോൺഗ്രസ് നിശബ്ദ സാക്ഷികളായിരുന്നു. പക്ഷേ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. രാമജന്മഭൂമി എന്ന് പറയുന്നതിന്റെ ആ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്. രാജ്യത്തുടനീളം വലിയ കലാപമായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ കൂടെ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. 1947 ഓഗസ്റ്റിനേക്കാൾ വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയട്ടെ, അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞതാണ് വിദേശ ആധിപത്യത്തിന് മേൽ ഭാരതത്തിന്റെ പരമാധികാരം വിജയം നേടിയതിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം എന്നുള്ളത്. RSSന്റെയും ഡോക്ടർ മോഹൻ ഭാഗവതിന്റെയും ഒക്കെ പ്രഖ്യാപിത നിലപാടാണ്. അത് ആവർത്തിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ തിരക്കൂട്ടില്ല, അത് അംഗീകരിക്കുന്നു. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാൻ പോകുന്നു. ബൈ.